ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്സസ്. സോ നമ്മളിന്ന് സോഷ്യോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിമൺ ഇൻ ഗവർണൻസ് ആണ്. സോ സ്ത്രീകൾ നമ്മുടെ ഭരണത്തിലെ ഉള്ള അവരുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മീൻസ് എക്സസൈസിങ് ദ റൈറ്റ് ടു വോട്ട്, power sharing, membership of political parties, electoral campaigning, attending party meetings, holding party positions, contesting elections, co-decision making, co-policy making at all levels of governance of the state. സോ ഒരു സ്റ്റേറ്റിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല. സോ ഒരു സ്റ്റേറ്റിലെ ഗവർണൻസുമായിട്ട് അല്ലെങ്കിൽ അവിടെ നടത്താക്കപ്പെടുന്ന ഗവർണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ആവശ്യമാണ്. സോ അതാണ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. സ്ത്രീകൾ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യണം, അത് ജസ്റ്റ് വോട്ടിലൂടെ മാത്രം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോരാ. അതുപോലെ പവർ ഷെയറിങ്, അധികാരം ഷെയർ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർ ആവാനുള്ള അധികാരം അവർക്കുണ്ട്. അതുപോലെ ഇലക്ട്രൽ ക്യാമ്പയിനിങ്ങിന് പങ്കെടുക്കാൻ, അതുപോലെ പാർട്ടി മീറ്റിംഗ്സിൽ വരിക, അതുപോലെ ഒരു പാർട്ടിയിൽ ഒരു പൊസിഷനിൽ ഇരിക്കുക. സോ ഇതെല്ലാം ചേരുന്നതാണ് ഒരു സ്ത്രീയുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഹോൾഡിംഗ് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സിംപ്ലി പുട്ട്, ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽ പ്ലേസ് എ റോൾ ഇൻ പൊളിറ്റിക്കൽ ലൈഫ്, ഡിസൈഡിങ് ദ കോമൺ ഗോൾസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഡിറ്റർമിങ് ദ ബെസ്റ്റ് വേ ടു അച്ചീവ് ഇറ്റ്. സോ ഇതെന്ന് പറയുന്നത് ഇതൊരു പ്രോസസ്സിലൂടെ നടക്കുന്ന കാര്യമാണ്. ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു, ഒരു പൊളിറ്റിക്കൽ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നു. കോമൺ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗോൾസിന് വേണ്ടി ആ ഒരു വേയിലൂടെ പൊളിറ്റിക്കലി അതെന്ത് ചെയ്യാൻ നോക്കുന്നു, അച്ചീവ് ചെയ്യാൻ. സ്ത്രീകളുടെ ശാസ്ത്രീകരണത്തിനായിട്ട് എന്ത് ചെയ്യുന്നു, പല രീതിയിലുള്ള സ്കീംസിലൂടെ അവർ സ്കീംസ് കൊണ്ടുവരാൻ അവർ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ വനിതാ മന്ത്രിമാർ അല്ലെങ്കിൽ വനിതാ CM അങ്ങനെയുള്ള ആൾക്കാർ വന്ന് പുതിയ പുതിയ കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങുന്നു. സോ അപ്പം അവരുടെ പാർട്ടിസിപ്പേഷൻ, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എല്ലാ മേഖലയിലും, എല്ലാ ഗവർണൻസ് സ്റ്റേറ്റിൻ്റെ ഗവർണൻസ് എല്ലാ മേഖലയിലും അവരുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. According to Almond and Powell, political participation is the involvement of the members of the society in the decision-making process of the system. So, political participation, Almond and Powell's definition അനുസരിച്ച് ഇത് നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ സൊസൈറ്റിയുടെ decision-making പ്രോസസ്സിൽ എന്ത് വേണം, അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കണം. സോ അതാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. എന്ത് നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ എന്ത് ഡിസിഷൻസ് എടുത്താലും അവിടെ എന്ത് വേണം, അവിടെയുള്ള മെമ്പേഴ്സ് ഇൻവോൾവ് ആയിരിക്കണം. സോ അങ്ങനെ ഇൻവോൾവ് ആവുന്നതിന് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. The root of political participation of women can be traced back to 19th century reform movements. So, political participation എന്ന് പറയുന്നത് വിമൻസിൻ്റെ എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല അല്ലേ. സോ വർഷങ്ങൾക്ക് 19-ാം നൂറ്റാണ്ട് അതിന് മുമ്പുള്ള സമയങ്ങളിൽ ഓരോ റിഫോം മൂവ്മെൻറ്റ്സ് വരുന്ന ഓരോ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അത് തച്ചുടച്ചുകൊണ്ട് വരുന്ന പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്ത്രീകൾ ഈ പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. സോഷ്യൽ റിഫോമേഴ്സ് ലൈക്ക് രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, മഹാദേവ ഗോവിന്ദ് റാനഡെ, ബേംറാജി മലബാരി ബിലീവ് ദാറ്റ് സോഷ്യൽ എവിൽ കുഡ് ബി ഇറാഡിക്കേറ്റ്. സോ നമ്മൾ സോഷ്യൽ എവിൽസ് ആയിട്ടുള്ള സതി പോലുള്ള ദുരാചാരങ്ങൾ, സോ അങ്ങനെയുള്ള മേൽമുണ്ട് സമരം, സോ അങ്ങനെയുള്ള മേൽമുണ്ട് ധരിക്കാൻ പാടില്ല ചാന്നാ സ്ത്രീകൾ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സോഷ്യൽ ഇവിൽസ്, നമ്മുടെ ദുരാചാരങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നിരുന്നു. സോ അപ്പോൾ അതിനെതിരെയൊക്കെ ആയിട്ട് പോരാടുന്ന കൂടെ എന്ത് ചെയ്യണം, ഈ സ്ത്രീകളും ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ എന്താണ് ഇങ്ങനെയുള്ള സോഷ്യൽ റിഫോമേഴ്സിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രീ ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ആണ്. സോ ഇൻഡിപെൻഡൻസിന് മുമ്പുണ്ടായിരുന്ന സ്ത്രീകളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനെ കുറിച്ചും ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ പറയുന്നത്. ദ ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറി വിറ്റ്നസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വിമൻസ് അസോസിയേഷൻ ഓൾ ഓവർ ദ കൺട്രി. സോ 19th അല്ലെങ്കിൽ 20th സെഞ്ച്വറീസിന് ശേഷം എന്താണ് വിമൻ അസോസിയേഷൻ എല്ലായിടത്തും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘടനകൾ ആരംഭിക്കാൻ തുടങ്ങി. ദിസ് ഓർഗനൈസേഷൻ ടുക്ക് അപ്പ് ദ ഇഷ്യൂസ് കൺസേണിങ്
വിമൻ ലൈക്ക് റൈറ്റ് ടു വോട്ട് എക്സെട്ര. സോ ഇങ്ങനെയുള്ള ഓരോ അസോസിയേഷൻസിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ, പല ഇഷ്യൂസ് അവർ ഡീൽ ചെയ്യാൻ തുടങ്ങി. അതായത് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുക. സോ അങ്ങനെയുള്ള കാര്യം, പണ്ടൊന്നും എന്തായാലും സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നേടിയെടുത്തത്. പിന്നെ 3 മെയിൻ ഓർഗനൈസേഷൻ വെയർ എസ്റ്റാബ്ലിഷ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത 3 ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വിമൻസ് ഇന്ത്യ അസോസിയേഷൻ കോൺസെൻട്രേറ്റഡ് ഇറ്റ്സ് വർക്ക് ഓവർ റിലീജിയൻ, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ് ആൻഡ് ഫിലാന്ത്രോപ്പി. ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത് മനുഷ്യസ്നേഹി എന്നാണ് അർത്ഥം. സോ വിമൻ ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇതിന് റിലീജിയന് പുറമെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്സിന് പുറമെ ഫിലാന്ത്രോപ്പി, സോ ഇതിനെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വിമൻ ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്നത്. ആനി ബസന്റ് ബിക്കം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് വിമൻ ഇന്ത്യ അസോസിയേഷൻ അലോങ് വിത്ത് മാർഗരറ്റ്. സോ വിമൻ ഇന്ത്യ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്നത് ആനി ബസൻ്റ് ആണ്. മാർഗരറ്റ് കസിനും ആനി ബസൻറ്റുമാണ്. നാഷണൽ കൗൺസിൽ ഓഫ് വിമൻ ഇൻ ഇന്ത്യ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1925 ആസ് എ നാഷണൽ ബ്രാഞ്ച് ഓഫ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് വിമൻ. ഡ്യൂ ടു ഇറ്റ്സ് എലിസിറ്റ് നേച്ചർ ദ NCAA failed to become a vital national organization. സോ നാഷണൽ കൗൺസിൽ ഓഫ് വിമൻ എന്ന് പറയുന്നത് 1925 എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ഒരു നാഷണൽ ബ്രാഞ്ച് എന്ന നിലയ്ക്ക് അതായത് ഇതിൻ്റെ നേച്ചർ നല്ല ഇതല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല, ഇത് ഫെയിലായിപ്പോയി. ഇനി ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് ആണ് മെറ്റീരിയലൈസ് ഡ്യൂ ടു ദ ഡെഡിക്കേറ്റഡ് വർക്ക് ഓഫ് മാർഗരറ്റ് കസിൻ ആൻഡ് അതർ വിമൻ ഓഫ് WIA വിമൻ ഇന്ത്യ അസോസിയേഷൻ ആൻഡ് ഇറ്റ് ഫസ്റ്റ് മെറ്റ് ഇൻ പൂന ഇൻ January 1927. ഇറ്റ് വർക്ക്ഡ് ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ഒപ്പോസ്ഡ് സോഷ്യൽ കസ്റ്റംസ് ദാറ്റ് റെസ്ട്രിക്റ്റഡ് ഫീമെയിൽ എഡ്യൂക്കേഷൻ സച്ച് as ചൈൽഡ് മാരേജ് ആൻഡ് പർദ. സോ ഓൾ ഇന്ത്യ വിമൻ കോൺഫറൻസിലാണ്. സോ അതൊന്ന് ഈ ഒരു ഓൾ ഇന്ത്യ വിമൻ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇതൊരു മാർഗരറ്റ് താച്ചറിൻ്റെ അതുപോലെയുള്ള പല സ്ത്രീകളുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു ഡെഡിക്കേഷനിലൂടെ വന്നൊരു ഓർഗനൈസേഷനാണ് ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് പൂനെയിലാണ് January 1927. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു അസോസിയേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫീമെയിൽ എഡ്യൂക്കേഷൻ, സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശം കൊടുക്കുക, അതുപോലെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന സോഷ്യൽ കസ്റ്റംസ്, ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങളൊക്കെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യുക. അതുപോലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു. സോ റെസ്ട്രിക്റ്റഡ് ഫീമെയിൽ എഡ്യൂക്കേഷൻ ഉള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ ചൈൽഡ് മാരേജ് നടന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. സോ അതെല്ലാം റിമൂവ് ചെയ്യണം. അതുപോലെ പർദാസ് സിസ്റ്റംസ് റിമൂവ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യം പർദാസ് യൂസ് ചെയ്തിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് പോയിരുന്നു. സോ അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണമെന്നുള്ള രീതിയിലുള്ള വന്നൊരു സ്ത്രീകളുടെ ഉന്നമനത്തിനായി വന്നൊരു കോൺഫറൻസ് ആണ് ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. വിമൻ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ആക്റ്റീവ്ലി എലോങ്സൈഡ് മെൻ ഇൻ വേരിയസ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ലൈക്ക് നോൺ കോപ്പറേഷൻ, സാൾട്ട് മാർച്ച്, സ്വദേശി മൂവ്മെൻറ്റ് ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഫ്രീഡം. സോ ഇനി നമ്മൾ ഈ സ്ത്രീകൾക്ക് മാത്രമാണ്, സ്ത്രീകളുടെ ശാസ്ത്രീകരണത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല സ്ത്രീകൾ എന്ത് ചെയ്തത്, പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ഫ്രീഡം സ്ട്രഗിളിൽ നമുക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയുള്ള ഒരുപാട് സ്ട്രഗിൾസും വാർസും ഒക്കെ നടന്നിട്ടുണ്ടല്ലേ. സോ അതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ പങ്കും ഉണ്ട്. സോ അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീ മുഖങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടേണ്ട ഈ ഒരു ചാപ്റ്ററിൽ. ഫസ്റ്റ് അങ്ങനെ നാഷണൽ മൂവ്മെൻറ്റിന് വേണ്ടി പ്രയത്നിച്ച സ്ത്രീകൾ ആരൊക്കെയാണ്, സോ അവരുടെ പൊസിഷൻ, സോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വേണ്ടത്. സോ ഇത്രയും നമ്മൾ ജസ്റ്റ് ഒരു എസ്സേ രീതി പോർഷനാണ് പറഞ്ഞത്. ഇനി വിമൻസ് ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ്. Discrimination against women in politics. No woman was chosen by Gandhi in his long list of 71 marches to Dandi. So സ്ത്രീകളെ പൊളിറ്റിക്സിൽ കൊണ്ടുവരിക എന്നുള്ളത് സ്ത്രീകളെ പൊളിറ്റിക്സിലോട്ടൊന്നും ഇറക്കാതിരിക്കുക, അതിനെതിരെ ഡിസ്ക്രിമിനേഷൻ ഉള്ളായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഇതിനെല്ലാം കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സ്ത്രീകൾ ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. വെൽ റെക്കഗ്നൈസ്ഡ് വിമൻ ലൈക്ക് ഖുർഷിദ് നൗറോജി ആൻഡ് മാർഗരറ്റ് കസിൻ പ്രൊട്ടസ്റ്റഡ് സ്ട്രോങ്ലി. സോ അതിൽ ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത
വ്യക്തിത്വങ്ങളാണ് ഖുർഷിദ് നവറോജിയും മാർഗരറ്റ് കസിൻസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പോരാടിയ രണ്ട് സ്ത്രീകളാണ്. ബട്ട് ദ ലീഡർ റിമെയിൻഡ് ഫേം ഓൺ ഹിസ് ഡിസിഷൻ, ആർഗ്യൂയിങ് ദാറ്റ് ഹി ഹാഡ് അലോക്കേറ്റഡ് എ ഗ്രേറ്റ് റോൾ ടു വിമൻ ദാൻ ദ മിയർ ബ്രേക്കിംഗ് ഓഫ് സോൾട്ട് ലോസ്. ബട്ട് സരോജിനി നായിഡു ഡിഫൈഡ് ആൻഡ് ജോയിൻഡ് ദ മാർച്ച് അറ്റ് ദന്തി അറ്റ് ദ ഫൈനൽ സ്റ്റേജ് ആൻഡ് വാസ് ദ ഫസ്റ്റ് വിമൻ ടു ബി അറസ്റ്റഡ് ഇൻ ദാറ്റ് മൂവ്മെൻറ്റ്. സോ ഇതിൽ ഒരുപാട് സ്ത്രീകൾ വന്നു. അതിൽ തന്നെ ഈ ഒരു ദന്തി മാർച്ചിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഉപ്പ് നിയമന ലംഘനത്തിൻ്റെ സമയത്ത് സരോജിനി നായിഡു എന്ത് ചെയ്തു, ഈ ഒരു മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്തു. ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീയാണ് സരോജിനി നായിഡു എന്ന് പറയുന്നത്. One defiance cleared the path and thousands of women joined the salt സത്യാഗ്രഹ. സോ അവർ ഒരാളെന്ത് ചെയ്യാം, അയാളെ ഒരു വഴി സരോജിനി നായിഡുടെ മാറ്റിയപ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്തു, ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്തു, തൗസൻഡ്സ് ഓഫ് സ്ത്രീകൾ ആ ഒരു സത്യാഗ്രഹത്തിന് ജോയിൻ ചെയ്തു. ദിസ് ഈസ് ജനറലി റിമെമ്പേർഡ് ആസ് ദ ഫസ്റ്റ് ടൈം ദ മാസസ് ഓഫ് ഇന്ത്യൻ വിമൺ ഗോട്ട് ഇൻവോൾവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. സോ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡൻസിനായിട്ട് സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് ആദ്യമായിട്ട് ഒത്തുകൂടിയ സ്ത്രീജനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു മാസ് സ്ട്രഗിളായിരുന്നു ഈ ദന്തി യാത്ര അല്ലെങ്കിൽ ഉപ്പ് നിയമന ലംഘനം എന്ന് പറയുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. സോ അവരുടെ കുറിച്ച് നമുക്ക് എന്താണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. സോ നമുക്ക് വിമൻ ലീഡേഴ്സ് ഇൻ നാഷണൽ മൂവ്മെൻറ്റിൽ നിന്നിരുന്ന മെയിനായിട്ട് ഉള്ള വിമൻ ലീഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആനി ബെസൻ്റ് ആണ് ഫസ്റ്റ് വൺ. ബോൺ ഓൺ October 1, 1847 ജനിച്ചു. ലണ്ടനിലാണ് ജനിച്ചത്. സെപ്റ്റംബർ 20, 1933 മരിച്ചു. ഇനി റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഗാർഡൻ ഓഫ് റിമെമ്പറൻസ്, അടയാർ, മദ്രാസ് പ്രസിഡൻസിയാണ്. ഇനി ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ ആനി ബെസൻ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കോമൺലി PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസാണ്. സോ ആനി ബെസൻ്റ് തുടങ്ങിയ ന്യൂസ് പേപ്പറാണ് കോമൺ വീലും ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ദ ഗ്രാൻഡ് ഓൾഡ് വിമൻ ഓഫ് ഇന്ത്യൻ നാഷണലിസം. സോ ഗ്രാൻഡ് ഓൾഡ് വുമൻ ഓഫ് ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഗ്രാൻഡ് ഓൾഡ് വുമൻ എന്നറിയപ്പെടുന്നത് ആനി ബെസൻറ്റിനെയാണ്. ഇനി ആനി ബെസൻറ്റ് വിസിറ്റഡ് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇനി ആദ്യമായിട്ട് ആനി ബെസൻറ്റ് സന്ദർശിച്ച വർഷം 1893. ഇനി ആനി ബെസൻറ്റ് സ്റ്റാർട്ടഡ് സെൻട്രൽ ഹിന്ദു സ്കൂൾ അറ്റ് ബനാറസ് ഇൻ 1898. സോ ആനി ബെസൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സ്കൂളാണ് സെൻട്രൽ ഹിന്ദു സ്കൂൾ. അത് ബനാറസിലാണ്. അത് 1898 അവർ സ്ഥാപിച്ചത്. ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് തിയോസഫിക്കൽ സൊസൈറ്റി ഇൻ 1907. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു റിഫോം മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റ് ആയത് 1907. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി അടയാർ, ചെന്നൈ. സോ ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അടയാറാണ്, ചെന്നൈ. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇത് സ്ഥാപകയല്ല, പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തിയാണ് ആനി ബെസൻ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഹോം റൂൾ ലീഗ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1960 അറ്റ് അടയാർ ബൈ ആനി ബെസൻ്റ്. സോ ആനി ബെസൻ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. അത് 1916 അടയാറിലാണ് ആനി ബെസൻ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഫസ്റ്റ് വിമൻ പ്രസിഡൻറ്റ് ഓഫ് INC, ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലെ ആദ്യത്തെ വിമൻ പ്രസിഡൻ്റാണ് ആനി ബെസൻ്റ് എന്ന് പറയുന്നത്. ഇനി ആനി ബെസൻ്റ് ബിക്കം ദ പ്രസിഡൻറ്റ്, പക്ഷേ ആദ്യത്തെ ഇന്ത്യൻ വിമൻ അല്ല, വിദേശിയാണല്ലേ. സോ പക്ഷേ വിമൻ പ്രസിഡൻറ്റ് INCയുടെ വിമൻ പ്രസിഡൻറ്റ് ആനി ബെസൻ്റ് ആണ്. ആനി ബെസൻ്റ് ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് INC in 1970. സോ കൊൽക്കട്ടയിലുള്ള ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിനാണ് ആനി ബെസൻ്റ് പ്രസിഡൻ്റ് ആയത്. INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് 1917 നടന്ന കൊൽക്കട്ട നാഷണൽ കോൺഗ്രസ്സിലാണ് ആനി ബെസൻ്റ് പ്രസിഡൻ്റ് ആയത്. ഫസ്റ്റ് ഫോറിൻ വുമൻ ഹു അപ്പിയർഡ് ഇൻ ദ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. സോ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യത്തെ വിദേശ വനിതയാണ് ആനി ബെസൻ്റ്. സോ ഇത്രയുള്ള ആനി ബെസൻറ്റിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ ഓർത്ത് വെച്ചിരിക്കുന്ന. അടുത്തത് ബിക്കാജി കാമയാണ്. മാഡം ബിക്കാജി കാമ പറയും. സോ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയയാണ് മാഡം ബിക്കാജി കാമയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
ഈ ലീഡറാണ് ബിക്കാജി കാമയാണ് നമ്മുടെ ഇന്ത്യൻ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത്. സോ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അത് ICDSE അല്ലെങ്കിൽ പോലും ബാക്കിയുള്ള LP UP പോലുള്ള അല്ലെങ്കിൽ PSCയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ബിക്കാജി കാമ. ദ മദർ ഓഫ് ഇന്ത്യൻ റെവല്യൂഷൻ എന്നാണ് ബിക്കാജി കാമയെ അറിയപ്പെടുന്നത്. മദർ ഓഫ് ഇന്ത്യൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ബിക്കാജി കാമയാണ്. ഇനി ദ ഇന്ത്യൻ വിമൻ ലീഡർ ഹൂ ഹോയിസ്റ്റഡ് ഫ്ലാഗ് അറ്റ് ദ ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ഇൻ സ്റ്റഡ്ഗട്ട് ജർമ്മനി 1907. സോ ഇതിൽ സ്റ്റഡ്ഗട്ട് ഏത് സ്ഥലത്താണ്, എവിടെയാണ്, ജർമ്മനിയിലാണ്, ഏത് വർഷമാണ്, ആരാണ് ഹോയിസ്റ്റ് ചെയ്തത്. സോ ഇത് മൂന്ന് കാര്യങ്ങൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാഡം ബിക്കാജി കാമയാണ് ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിലെ സ്റ്റഡ്ഗട്ടിലെ, അതായത് ജർമ്മനിയിലുള്ള സ്റ്റഡ്ഗട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് 1907 ഇനി ദ ന്യൂസ് പേപ്പർ ബന്ദേ മാതരം വാസ് സ്റ്റാർട്ടഡ് ബൈ ബിക്കാജി കാമയുടെ ന്യൂസ് പേപ്പറാണ് ബന്ദേ മാതരം എന്ന് പറയുന്നത്. ആനി ബെസൻ്റ് ആകുമ്പോഴത്തേക്ക് കോമൺവീലും ന്യൂ ഇന്ത്യയുമാണ്. ദ ഓർഗനൈസേഷൻ വിച്ച് വാസ് ഫൗണ്ടഡ് ബൈ ബിക്കാജി കാമ, RS റാണ ആൻഡ് VPS അയ്യർ. സോ ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് പാരീസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സരോജിനി നായിഡു ആണ്. ജനിച്ചത് ഫെബ്രുവരി 13, 1879 ഹൈദരാബാദിലാണ് ജനിച്ചത്. മരിച്ചത് 1949 മാർച്ച് 2, ഡൈഡ് അറ്റ് ലക്നൗവിലാണ് മരിച്ചത്. ഇനി ബർത്ത്ഡേ ഓഫ് സരോജിനി നായിഡുയുടെ ബർത്ത്ഡേ നമ്മൾ നാഷണൽ വിമൻസ് ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. നാഷണൽ വിമൻസ് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 13. ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആണ് മാർച്ച് 8 എന്ന് പറയുന്നത്. സോ നാഷണൽ വിമൻസ് ഡേ ആയിട്ട് ഫെബ്രുവരി 13 നമ്മൾ ആഘോഷിക്കുന്നത് ആരുടെ ബർത്ത്ഡേ ആയിട്ടാണ്? സരോജിനി നായിഡുയുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് നാഷണൽ വിമൻസ് ഡേ ആയിട്ട് നമ്മൾ ഫെബ്രുവരി 13 ആചരിക്കുന്നത്. The collection of the poems of Sarojini Naidu published in 1905. സോ സരോജിനി നായിഡുയുടെ പോയംസിൻ്റെ കളക്ഷനായിട്ടുള്ള പബ്ലിഷ് ചെയ്തത് 1905 കളക്ഷൻ്റെ പേരാണ് ഗോൾഡൻ ത്രഷ്-ഹോൾഡ് എന്നുള്ളത്. ഇനി മുഹമ്മദ് അലി ജിന്ന വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പ്രോഫറ്റ് ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ബൈ സരോജിനി നായിഡു. സോ മുഹമ്മദ് അലി ജിന്നയെക്കുറിച്ച് ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിൽ ഐക്യത്തിൻ്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ഇനി സരോജിനി നായിഡുയെക്കുറിച്ച് മെയിനായിട്ട് പറയുന്നെങ്കിൽ ഒരു വിശേഷമാണ് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവിനെയാണ്. ഇനി ആ ഒരു ടൈറ്റിൽ കൊടുത്തത് ഗാന്ധിജിയാണ്. സോ ഗാന്ധിജിയെ തിരിച്ച് മിക്കി മൗസ് എന്ന് അഭിസംബോധന ചെയ്തത് സരോജിനി നായിഡു ആണ്. സോ അപ്പോൾ നൈറ്റിംഗേൾ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് പേര് കൊടുത്തത് സരോജിനി നായിഡു ആണ്. The title The Nightingale of India was given to Sarojini Naidu by Gandhiji. The title Mickey Mouse was given to Gandhiji by Sarojini Naidu. First Indian woman to become the president of INC. So INCയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സ്ത്രീയാണ്, ഇന്ത്യയിലെ പ്രസിഡൻ്റായ ആദ്യത്തെ സ്ത്രീയാണ് സരോജിനി നായിഡു. പക്ഷേ ആദ്യത്തെ ഇന്ത്യൻ INCയുടെ വിമൻ പക്ഷേ ആനി ബെസൻ്റ് എന്നാണ്, വിദേശിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്ത്രീയാണ്, INCയുടെ ഇന്ത്യൻ വിമനാണ് സരോജിനി നായിഡു എന്ന് പറയുന്നത്. ഈ ഡോക്ടർ പൽപു വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ സൈലൻറ്റ് റെവല്യൂഷണറി ഇൻ ദ ഇന്ത്യൻ ഹിസ്റ്ററി ബൈ സരോജിനി നായിഡു. ഡോക്ടർ പൽപുവിനെ കുറിച്ച് സൈലൻറ്റ് റെവല്യൂഷണറി ഇൻ ദ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞത് സരോജിനി നായിഡു ആണ്. ദ ഫസ്റ്റ് വിമൻ ടു ബിക്കം ദ ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. സോ ആദ്യത്തെ സ്ത്രീയാണ് അല്ലേ, ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറായ ആദ്യത്തെ സ്ത്രീയാണ് സരോജിനി നായിഡു. എ സ്പെഷ്യൽ അവാർഡ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിച്ച് ഈസ് given for best reporting on women in Panchayat Raj. What is the name of that award? So സരോജിനി നായിഡു അവാർഡ്, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്പെഷ്യൽ അവാർഡാണ്. സോ ഒരു പഞ്ചായത്തിലുള്ള ബെസ്റ്റ് റിപ്പോർട്ടിംഗ്, വിമൻസിനെ കുറിച്ചുള്ള ബെസ്റ്റ് റിപ്പോർട്ടിംഗ് കൊടുക്കുന്നതിനുള്ള ഒരു അവാർഡാണ് സരോജിനി നായിഡു അവാർഡ് എന്ന് പറയുന്നത്.
ഇനി അടുത്തതാണ് രാജ്കുമാരി അമൃത് കൗർ, ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് സെൻട്രൽ ക്യാബിനറ്റാണ്. സോ സെൻട്രൽ ക്യാബിനറ്റിലെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്ററാണ് രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് വിമൻ ടു ഹോൾഡ് ദ ക്യാബിനറ്റ് റാങ്ക്. ഇനി ഫസ്റ്റ് ഏഷ്യൻ വിമൻ ടു ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് വേൾഡ് ഹെൽത്ത് അസംബ്ലി. സോ ആദ്യത്തെ ഏഷ്യൻ വിമനാണ് ഇവിടുത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലെ പ്രസിഡൻ്റ് ആകുന്നത്. സോ ആദ്യത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലെ ആദ്യത്തെ ഏഷ്യൻ വിമനായ പ്രസിഡൻ്റാണ് രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്നത്. ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് ഇൻ 1933. സോ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റായത് 1933 രാജ്കുമാരി അമൃത് കൗർ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത്. The person who took the initiative for the establishment of a All India Institute of Medical Science, ന്യൂഡൽഹിയിലുള്ള എയിംസിൻ്റെ ഇനിഷ്യേറ്റീവ്, എയിംസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കാരണമായ പേഴ്സണാണ് രാജ്കുമാരി അമൃത് കൗർ. എയിംസ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ്. ഇനി അതിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിൽ എന്ന് പറയുന്നത് രാജ്കുമാരി അമൃത് കൗർ. സോ അപ്പോൾ എയിംസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് ആരാന്ന് ചോദിച്ചാൽ അത് രാജ്കുമാരി അമൃത് കൗറാണ്. അവർ തന്നെയാണ് ആ ഒരു എയിംസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കാരണമായത്. ഇനി വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ഹോൾഡ് എ ക്യാബിനറ്റ് പോസ്റ്റ് ഇൻ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സോ ഇൻഡിപെൻഡൻ്റ് ആകുന്നതിന് മുമ്പ് ഒരു ക്യാബിനറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്ന ഒരു വിമനാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. വിജയലക്ഷ്മി പണ്ഡിറ്റ് വാസ് ഇലക്റ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫ്രം ദ യുണൈറ്റഡ് പ്രൊവിൻസസ് ഇൻ 1946. സോ 1946 അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ക്യാബിനറ്റിൽ ഇലക്റ്റഡ് ആയിട്ടൊരു മെമ്പറായതാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വിമൻ പ്രസിഡൻറ്റ് ഓഫ് UN ജനറൽ അസംബ്ലി. അതുപോലെ ആദ്യത്തെ വിമൻ പ്രസിഡൻറ്റ് UN ജനറൽ അസംബ്ലിയിൽ 1953 ആദ്യത്തെ വിമൻ പ്രസിഡൻ്റായിട്ട് മാറിയത് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. നെക്സ്റ്റ് ഈസ് ദുർഗാബായ് ദേശ്മുഖ് ആണ്. ഇനി ദുർഗാബായ് ദേശ്മുഖിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ചിന്താമൻ ആൻഡ് ഐ. ഇനി ഫസ്റ്റ് വിമൻ ടു ബിക്കം ദ മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ സ്ത്രീയാണ്, മെമ്പറായിട്ടുള്ള ആദ്യത്തെ സ്ത്രീയാണ് ദുർഗാബായ് ദേശ്മുഖ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് 1953. 1953 സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റും ആയിരുന്നു. ഇനി അതുപോലെ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് വിമൻസ് എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഓഫ് വിമൻസ് എഡ്യൂക്കേഷൻ 1958 ആദ്യത്തെ ചെയർപേഴ്സണായിട്ട് വന്നതും ദുർഗാബായ് ദേശ്മുഖാണ്. ഫോർ ദ ലിബറേഷൻ ഓഫ് വിമൻ ആന്ധ്ര മഹിളാ സഭ വാസ് ഫൗണ്ടഡ്. സോ സ്ത്രീകളുടെ ലിബറേഷന് വേണ്ടി തുടങ്ങിയ ഒരു ഫൗണ്ടേഷനാണ് ആന്ധ്ര മഹിളാ സഭ എന്ന് പറയുന്നത്. അവാർഡ് വിച്ച് ഇസ് ഗിവൺ ബൈ സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്. സോ സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് കൊടുക്കുന്ന അവാർഡിൻ്റെ പേരാണ് ദുർഗാബായ് ദേശ്മുഖ് അവാർഡ് ഫോർ വിമൻ ഡെവലപ്മെൻറ്റ്. സോ സരോജിനി നായിഡുവിൻ്റെത് ഇതും തമ്മിൽ തിരിഞ്ഞു വരുന്നത്. ഇത് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് കൊടുക്കുന്ന അവാർഡാണ് ദുർഗാബായ് ദേശ്മുഖ് അവാർഡ് ഫോർ വിമൻ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്ത അരുണ ആസഫ് അലിയാണ്. സോ ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ദ ഫസ്റ്റ് വിമൻ ഹു ഗോട്ട് ഭാരത് രത്ന പോസ്റ്റ്മസ്ലി 1997 ആദ്യമായിട്ട് ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ് അരുണ ആസഫ് അലി. ദ വിമൻ ഹു ഗോട്ട് ലെനിൻ പ്രൈസ് ഫോർ പീസ്. സമാധാനത്തിനുള്ള ലെനിൻ പ്രൈസ് 1964 കിട്ടി. അരുണ ആസഫ് അലി അപ്പിയർഡ് ഇൻ ദ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് ഇൻ 1998. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്നത് 1998 ദ പേഴ്സൺ ഹു റൈസ് ദ ഇന്ത്യൻ ഫ്ലാഗ് അറ്റ് ദ ടൈം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ 1942. സോ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്ന സമയത്ത് ഇന്ത്യയുടെ പതാക ഉയർത്തിയ വ്യക്തിയാണ് അരുണ ആസഫ് അലി എന്ന് പറയുന്ന സ്ത്രീ. ഇനി അടുത്ത സുശീല നയ്യാറാണ്. ദ ഹെൽത്ത് മിനിസ്റ്റർ ഇൻ ദ മിനിസ്ട്രി ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ഹെൽത്ത് മിനിസ്റ്ററാണ് സുശീല നയ്യാർ എന്ന് പറയുന്നത്. അത് ഗാന്ധിജിയുടെ പ്രൈവറ്റ് ഡോക്ടർ ഓഫ് ഗാന്ധിജിയാണ്. ഇനി അതുപോലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നൊരു ക്യാമ്പയിനർ അല്ലെങ്കിൽ ഒരു ഫോളോവറാണ് സുശീല നയ്യാർ എന്ന് പറയുന്നത്. ഇൻ ദ വിമൻ ലീഡർ ഹു വാസ് ഇംപ്രിസൺഡ് ഇൻ ആഗഖാൻ പാലസ് അറ്റ് ദ ടൈം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ആഗഖാൻ പാലസിൽ ജയിലിലടയ്ക്കപ്പെട്ട വനിതാ നേതാവാണ് സുശീല നയ്യാർ എന്ന് പറയുന്നത്. മറ്റേ സോൾട്ട് സത്യാഗ്രഹത്തിൽ
ആകുമ്പോഴത്തേക്ക് അത് സരോജിനി നായിഡുവാണ്. ഇത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സമയത്ത് ആഗഖാൻ പാലസിൽ തടവിലാക്കപ്പെട്ട വിമൻ ലീഡറാണ് സുശീല നയ്യാർ എന്ന് പറയുന്നത്. ഈ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇൻ സേവാഗ്രാം വാസ് ഫൗണ്ടഡ് ബൈ സുശീല നയ്യാർ. സോ സേവാഗ്രാമത്തിലുള്ള മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപക അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത് സുശീല നയ്യാറാണ്. ഇനി അടുത്ത ക്യാപ്റ്റൻ ലക്ഷ്മി സഹഗാളാണ്. ദ വിമൻ ഫ്രീഡം ഫൈറ്റർ ഹു വാസ് നോൺ ആസ് ക്യാപ്റ്റൻ. സോ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന സ്ത്രീ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലക്ഷ്മി സഹഗാൾ എന്ന് പറയുന്നത്. ദ ഓൺലി വിമൻ ഇൻ ആസാദ് ഹിന്ദ് ഫൗജ് ഫൗണ്ടഡ് ബൈ നേതാജി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആർമിയിലുണ്ടായിരുന്ന ഒരേ ഒരു സ്ത്രീ സാന്നിധ്യമാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സഹഗാൾ, അല്ലെങ്കിൽ ഝാൻസി റെജിമെൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സഹഗാളാണ്. ഇനി INA ഇൻ്റർനാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ നേതാജിയുടെ ഫൗണ്ടേഷനാണിത്. INA എന്ന് പറയുന്നത്. ഝാൻസി റെജിമെൻറ്റ് ദ വിമൻ വിങ് ഓഫ് INA വാസ് ലെഡ് ബൈ. സോ ഝാൻസി റെജിമെൻറ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിങ് നയിച്ചിരുന്നത് ലക്ഷ്മി സഹഗാളാണ്. ഇനി ദ ഒപ്പോസിഷൻ കാൻഡിഡേറ്റ് ഓഫ് APJ അബ്ദുൽ കലാം ഇൻ ദ പ്രസിഡൻഷ്യൽ എലക്ഷൻസ്. അതുപോലെ APJ അബ്ദുൽ കലാമുമായിട്ടുള്ള പ്രസിഡൻഷ്യൽ എലക്ഷന് ഓപ്പോസിറ്റ് നിന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സഹഗാൾ എന്ന് പറയുന്നത്. ഇനി വിമൻ പ്രസിഡൻസ്. ഇനി നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രസിഡൻറ്റുമാരാണ് സ്ത്രീകളായിട്ടുള്ള പ്രസിഡൻസ്. പ്രതിഭ പട്ടീലാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ 13ാമത്തെ പ്രസിഡൻ്റായിട്ടാണ് പ്രതിഭ പട്ടീൽ വന്നത്. ഫസ്റ്റ് വിമൻ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വിമൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് പ്രതിഭ പട്ടീലായിരുന്നു. ഇനി ഫസ്റ്റ് പ്രസിഡൻറ്റ് ഹ്യൂ ഫ്ലൂ ഇൻ സുഖായി വാർപ്ലെയിൻ. സോ സുഖായി യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആദ്യത്തെ പ്രസിഡൻ്റാണ് പ്രതിഭ പട്ടേൽ എന്ന് പറയുന്നത്. ഇനി ഇവർ നമ്മൾ ഓരോ പ്രസിഡൻറ്റും അവരെക്കുറിച്ച് അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ അച്ചീവ്മെൻറ്റ്സൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ പറയുന്നത്. ഫസ്റ്റ് പ്രസിഡൻറ്റ് ഹു ഗേവ് മോസ്റ്റ് നമ്പർ ഓഫ് ജനറൽ പാർഡൻസ്. സോ പൊതുമാപ്പ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രതിഭ പട്ടീലാണ്. ഒരുപാട് പൊതുമാപ്പ് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പൊതുമാപ്പ് നൽകപ്പെട്ട പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രതിഭ പട്ടീലാണ്. ഇനി ദ ഫൗണ്ടർ ഓഫ് ശ്രാം സാധന ട്രസ്റ്റ്. ശ്രാം സാധന ട്രസ്റ്റിൻ്റെ ഫൗണ്ടറാണ് പ്രതിഭ പട്ടീൽ. ഇനി അടുത്ത 2 സ്ത്രീകളെ ഉള്ളായിരുന്നു നമുക്ക് പ്രസിഡൻ്റായിട്ട്, പ്രതിഭ പട്ടീലും ദ്രൗപദി മുർമു. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ദ്രൗപദി മുർമു. സോ 2022 ദ്രൗപദി മുർമു നമ്മുടെ ഇന്ത്യയിൽ പ്രസിഡൻ്റായിട്ട് വന്നത്. സോ അപ്പം ദ്രൗപദി മുർമുവിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ്. സോ ജനിച്ചത് 1958 ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യനായിട്ട് വന്നു. ഷീ ഈസ് എ മെമ്പർ ഓഫ് ഭാരതീയ ജനതാ പാർട്ടി, BJPയുടെ ഒരു മെമ്പറായിരുന്നു. ഷീ ഈസ് ദ ഒഫീഷ്യൽ നോമിനി ഓഫ് ദ BJP ലെഡ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഫോർ ദ 2022 പ്രസിഡൻഷ്യൽ എലക്ഷൻ. സോ BJPയുടെ ഇലക്ഷനിൽ നിന്ന ഒരു നോമിനിയായിരുന്നു ദ്രൗപദി മുർമു. ഷീ പ്രീവിയസ്ലി സെർവ്ഡ് ആസ് ദ 9th ഗവൺമെൻറ് ഓഫ് ജാർഖണ്ഡ് ഫ്രം 2015 to 2021. സോ 2050 തൊട്ട് 21 വരെ ഇവർ ഒരു ജാർഖണ്ഡിലെ ഗവർണറായിട്ട് ജോലി ഗവർണറായിരുന്നു. ഷീ ഈസ് ദ ഫസ്റ്റ് വിമൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഒഡീഷ. ഒഡീഷയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഷീ ഈസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ജാർഖണ്ഡ് ടു കംപ്ലീറ്റ് ദ 5-year term. സോ അതുപോലെ ജാർഖണ്ഡിലെ 5-year ടേംസും കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ ഗവർണറാണ് ദ്രൗപദി മുർമു. ആൻഡ് ദ ഫസ്റ്റ് പേഴ്സൺ, മാൻ ഓർ വിമൻ ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ് ടു ബി നോമിനേറ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. സോ അതുപോലെ ആദ്യത്തെ തന്നെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ഷെഡ്യൂൾഡ് ട്രൈബിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെ പ്രസിഡൻ്റ് ഇലക്ഷനിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഷീ വാസ് ദ ഫസ്റ്റ് വിമൻ ഗവർണർ ഓഫ് ജാർഖണ്ഡിലെ ആദ്യത്തെ വിമൻ ഗവർണറായിരുന്നു. ഷീ വാസ് ഫസ്റ്റ് ഫീമെയിൽ ട്രൈബൽ ലീഡർ ഫ്രം ഒഡീഷ ടു ഗെറ്റ് അപ്പോയിൻറ്റഡ് ആസ് എ ഗവർണർ ഇൻ ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഷീ ഈസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ജാർഖണ്ഡ് ടു കംപ്ലീറ്റ് ദ 5-year term. ഷീ വാസ് ഇൻ ഗവർണർ ഓഫീസ് 18 May 2015 to 21. 2022 BJP ഇലക്ഷന് വേണ്ടി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയിൽ ഇതിനു വേണ്ടി ദ്രൗപദി മുർമുവിനെ സെലക്ട് ചെയ്യുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആവുന്നത്.
ഇനി അടുത്ത വിമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ഇനി അതിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ഇന്ദിരാഗാന്ധി. ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. സെക്കൻഡ് വിമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ വേൾഡ്. സോ വേൾഡ് എടുത്ത് നോക്കുമ്പം അതിൽ സെക്കൻഡ് പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തതും വേൾഡിലെ രണ്ടാമത്തതുമാണ്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് സിരിമാവോ ബന്ദാര നായിക്കാണ്. സോ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാരായിരുന്നു, എവിടെ നിന്നാണെന്നുള്ളതൊക്കെ നമ്മളിനി പറയും. സോ അപ്പം സെക്കൻഡ് വേൾഡിലെ തന്നെ സെക്കൻഡ് വിമൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സിരിമാവോ ബന്ദാര നായിക്കാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദ പേഴ്സണാലിറ്റി ഹൂ ഈസ് നോൺ എസ് അയൺ ലേഡി ഓഫ് ഇന്ത്യ. സോ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നതാണ് ഇന്ദിരാഗാന്ധി. ഇനി ഫസ്റ്റ് രാജ്യസഭാ മെമ്പർ ടു ബിക്കം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആദ്യത്തെ രാജ്യസഭാ മെമ്പർ എന്താണ് പ്രൈം മിനിസ്റ്റർ ആകുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇൻ ദ ഫസ്റ്റ് വിമൻ ഹൂ ബിക്കം ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആകുന്ന ആദ്യത്തെ സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി. അതുപോലെ ദ ഓൺലി വിമൻ ഫിനാൻസ് മിനിസ്റ്റർ ഹൂ പ്രസൻറ്റഡ് ബഡ്ജറ്റ് ഇൻ ദ പാർലമെൻറ്റ്. സോ ആകെ സ്ത്രീകളിൽ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ്. പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീയാണ്. ആദ്യത്തെ സ്ത്രീ വിമൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ഇന്ദിരാഗാന്ധി. ദ പ്രൈം മിനിസ്റ്റർ ഹൂ പുട്ട് ഫോർവേഡ് ദ 20 പോയിൻ്റ് പ്രോഗ്രാം. ഇനി 20 പോയിൻ്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അതായത് പോവേർട്ടിയെസോ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ അത് നമ്മളിനി ഒരു വലിയൊരു സെപ്പറേറ്റ് ടേമായിട്ട് ഈ 20 പോയിൻ്റ് പ്രോഗ്രാം എന്താണ്. സോ അങ്ങനെ ഒരുപാട് നമ്മുടെ പണ്ട് തൊട്ടുള്ള സ്കീമുകളെല്ലാം നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. അന്നേരം 20 പോയിൻ്റ് പ്രോഗ്രാം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അപ്പം ഈ 20 പോയിൻ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്ന വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ദ പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദ ടൈം ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ 1969-90. സോ ബാങ്ക് ദേശസാൽക്കരണം 1969-ലും 1980-ലും നടന്നിരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ഇനി പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ISROയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. സോ ISRO എസ്റ്റാബ്ലിഷ് ചെയ്ത് 1969-ലാണ്. ദ ഫസ്റ്റ് വിമൻ ആൻഡ് ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ ഹൂ ഗോട്ട് ഭാരത് രത്ന. സോ ആദ്യത്തെ സ്ത്രീയും അതുപോലെ ആദ്യത്തെ സ്ത്രീ പ്രൈം മിനിസ്റ്ററുമാണ് ഭാരത് രത്ന കിട്ടിയ ആദ്യത്തെ സ്ത്രീയും ആദ്യത്തെ വിമൻ പ്രൈം മിനിസ്റ്ററുമാണ് ഇന്ദിരാഗാന്ധി. 1971-ലാണ് കിട്ടിയത്. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ടു ഫേസ് എ കണ്ടംപ്റ്റ് ഓഫ് ദ കോർട്ട്. കോടതി ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫേസ് ചെയ്ത വ്യക്തിയാണ് ഫസ്റ്റ് ഇന്ദിരാഗാന്ധി. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു എക്സ്റ്റെൻഡഡ് ദ ടേം ഓഫ് ദ ലോക്സഭ ഫ്രം 5 years to 6 years. ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിലോട്ടാക്കിയ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ദ സ്ലോഗൻ ഗരീബി ഹട്ടാവോ വാസ് റേസ്ഡ് ബൈ ഇന്ദിരാഗാന്ധി. സോ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു ലോസ് ഇൻ ആൻ ഇലക്ഷൻ. സോ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ഒരു ഇലക്ഷനിൽ നിന്ന് തോൽക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ഇന്ദിരാഗാന്ധിയാണ്. ഞാൻ ആരുടെ കൂടെയാണ് തോറ്റതെന്ന് ചോദിച്ചാൽ അത് രാജ്നാരായണനുമായിട്ടാണ് ഇലക്ഷനിൽ തോറ്റത്. ദ പ്രൈം മിനിസ്റ്റർ ഹു അബോളിഷ് ദ പ്രിവി പേഴ്സ്. പ്രിവി പേഴ്സ് എന്ന് പറയുന്ന കാര്യം അതായത് രാജാവിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ഏറ്റവും അധികാരിക്കുള്ള ഒരു സ്വകാര്യ സ്വത്ത് എന്നൊക്കെ പറയുന്നൊരു ടേം ഉണ്ടായിരുന്നു. സോ പ്രിവി പേഴ്സ് എന്ന് പറയും. സോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എന്താണ് നിർത്തലാക്കി അല്ലെങ്കിൽ അബോളിഷ് ചെയ്ത വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ദ പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ഇൻഡോ പാക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്ന 1971 സമയത്തിലെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹൂ ടുക്ക് ഇനിഷ്യേറ്റീവ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഫോർമേഷൻ്റെ കാരണമായി അല്ലെങ്കിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത പ്രൈം മിനിസ്റ്ററാണ് ഇന്ദിരാഗാന്ധി. ദ പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റ്. സോ ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റ് സമയം 1974. സോ ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ദ പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ദ ലോഞ്ചിങ് ഓഫ് ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട ലോഞ്ച് ചെയ്ത സമയത്തെ പ്രൈം മിനിസ്റ്ററും ഇന്ദിരാഗാന്ധി ആയിരുന്നു. ദ പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻറ്റേർണൽ എമർജൻസി. അടിയന്തരാവസ്ഥ കാലത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതും ഇന്ദിരാഗാന്ധിയാണ്. 1975. ദ പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ആൻ അനക്സേഷൻ ഓഫ് സിക്കിം ടു ദ ഇന്ത്യൻ യൂണിയൻ.
So, Indian military operation named Operation Blue Star 1984 to remove the Sikh militant from the Golden Temple of Amritsar was ordered by Indira Gandhi. So, ഇതൊരു പ്രീവിയസ് ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് 1984 നടന്നൊരു ഇന്ത്യ മിലിറ്ററി ഓപ്പറേഷനാണ്. സോ ഇവിടെ ഇതെന്ന് പറയുന്നത് ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ അമൃത്സറിലുള്ള സിഖ് മിലിറ്റൻസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ, ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സോ അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് നടന്ന വർഷം 1984. സോ എന്തിനു വേണ്ടിയായിരുന്നു? സിഖ് മിലിറ്റൻസിനെ ഗോൾഡൻ ടെമ്പിൾ, അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ മിലിറ്ററി നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു. സോ ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. The Indian Prime Minister at which time when രാകേഷ് ശർമ്മ went to space in 1984. രാകേഷ് ശർമ്മ സ്പേസിൽ പോയ സമയത്ത്, അതായത് 1984 പോയ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു വാസ് അസാസിനേറ്റഡ്, ആദ്യമായിട്ട് കൊല്ലപ്പെട്ട ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അതാണ് ഇന്ദിരാഗാന്ധിയാണ്. ഇവിടെ വെടിവെച്ച് കൊന്നത് October 31, 1984. October 31, 1984. ഇനി ഇന്ദിരാഗാന്ധിയുടെ റെസ്റ്റിംഗ് സമാധി സ്ഥലത്തിന് അറിയപ്പെടുന്നത് ശക്തി സ്ഥൽ എന്നാണ്. ഇനി ബർത്ത്ഡേ ഓഫ് ഇന്ദിരാഗാന്ധി, അതായത് November 19 നമ്മൾ ആഘോഷിക്കുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേ ആണ്. ദേശീയോദ്ഗ്രഥന ദിനം ആയിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ ദിനമായത് November 19 ആഘോഷിക്കുന്നത്. അതുപോലെ ഡെത്ത് ഡേ ആയിട്ടുള്ള October 31 നമ്മൾ ആചരിക്കുന്നത് നാഷണൽ റീഡെഡിക്കേഷൻ ഡേ ആയിട്ട്, ദേശീയ പുനരർപ്പണ ദിനമായിട്ടാണ് October 31 ഡെത്ത് ഡേ ആയ ഇന്ദിരാഗാന്ധിയുടെ ഡെത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി കുറച്ച് എഗ്രിമെൻ്റ് ആണ് ഇന്ദിരാഗാന്ധിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സിംല കരാർ എന്ന് പറയും. എഗ്രിമെൻറ്റ് കോസ്റ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശിൻ്റെ ഫോർമേഷന് കാരണമായ എഗ്രിമെൻറ്റിനെ നമ്മൾ പറയുന്നത് ഷിംല എഗ്രിമെൻ്റ് എന്നാണ്. ഇത് സൈൻ ചെയ്തത് July 2, 1972. ഇനി ഇത് സൈൻ ചെയ്തത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ് ഈ ഒരു സിംല കരാർ ഒപ്പിട്ടത്, ഈ ഒരു ഉടമ്പടി ഒപ്പിട്ടത്. ഇനി ഈ ഒരു കുഞ്ഞു പിറക്കുന്നു എന്ന് വിശേഷിക്കപ്പെട്ട കരാറാണ് സിംല കരാർ. ഇനി ലിറ്റററി വർക്ക്, ഇന്ദിരാഗാന്ധിയുടെ ലിറ്റററി വർക്കാണ്. അതിൽ ഇന്ദിരാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ട്രൂത്ത്. അതുപോലെയുള്ള മറ്റ് ലിറ്റററി വർക്കാണ് എറ്റേണൽ ഇന്ത്യ, റിമെമ്പേർഡ് മൊമെൻറ്റ്സ്, ഓൺ പീപ്പിൾസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് മാൻ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. ഇനി അടുത്ത നമുക്ക് ചീഫ് മിനിസ്റ്റേഴ്സ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സാണ് പറയുന്നത്. ദ ഫസ്റ്റ് വിമൻ ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ ചീഫ് മിനിസ്റ്ററാണ് സുജേത കൃപാലിനി എന്ന് പറയുന്നത്. ഷി വാസ് ദ ഫൗണ്ടർ ഓഫ് ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ്. ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസിൻ്റെ ഫൗണ്ടറാണ്. ഷി വാസ് എ ഫോളോവർ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആൻഡ് വർക്ക്ഡ് വിത്ത് ഹിം ഡ്യൂറിങ് ദ പാർട്ടീഷൻ റൈറ്റ്സ്. സോ ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് സുജേത കൃപാലിനി എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്ത്യയുടെ വിമൻ ചീഫ് മിനിസ്റ്ററാണ് സുജേത കൃപാലിനി എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്രീമതി നന്ദിനി സത്പതിയാണ്. ദ അയൺ ലേഡി ഓഫ് ഒഡീഷ, ഒഡീഷയിലെ ഫസ്റ്റ് വിമൻ ചീഫ് മിനിസ്റ്റർ ഓഫ് ഒഡീഷ ആൻഡ് ദ സെക്കൻഡ് വിമൻ ടു ഹെഡ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. സോ ഒഡീഷയിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്ററും അതുപോലെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ, സുജേത കൃപാലിനി കഴിഞ്ഞ ഉള്ള രണ്ടാമത്തെ ചീഫ് മിനിസ്റ്ററാണ് നന്ദിനി സത്പതി എന്ന് പറയുന്നത്. 9th June, ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് നന്ദിനി ഈസ് ബീങ് സെലിബ്രേറ്റഡ് ആസ് നന്ദിനി ഡിബാസ ഓർ നാഷണൽ ഡോട്ടേഴ്സ് ഡേ. സോ 9th ബർത്ത് ആനിവേഴ്സറി, നന്ദിനിയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന 9th June ആഘോഷിക്കുന്ന നാഷണൽ ഡോട്ടേഴ്സ് ഡേ ആയിട്ടാണ്. ഇനി ശശികല കക്കോഡറാണ് ഫസ്റ്റ് ആൻഡ് ഓൺലി വിമൻ CM ഓഫ് ഗോവ. ഗോവയിലെ ആദ്യത്തെയും ആകെ ഉള്ള ഒരു വിമൻ ചീഫ് മിനിസ്റ്ററാണ് ശശികല കക്കോഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സേന അൻവര തൈമൂർ, ഫസ്റ്റ് ആൻഡ് ഓൺലി വിമൻ CM ഓഫ് ആസാം. ആസാമിലെ ആദ്യത്തെയും ആകെ സ്ത്രീ ചീഫ് മിനിസ്റ്ററാണ് സേന അൻവര തൈമൂർ. ഇനി അതുപോലെ ജാനകി രാമചന്ദ്രനാണ് ഫസ്റ്റ് വിമൻ CM ഓഫ് തമിഴ്നാടു. തമിഴ്നാടുവിൻ്റെ ആദ്യത്തെ വിമൻ CM ആണ് ജാനകി രാമചന്ദ്രൻ. പക്ഷേ ഏറ്റവും കുറച്ച് സമയം മാത്രമാണ് ഇവർ ഈ ഒരു ഭരണത്തിലിരുന്നത്. അതായത് 23 ദിവസമാണ്. January 7 1982 തൊട്ട് 30 January 1988 വരെയാണ് ജാനകി രാമചന്ദ്രൻ ഭരിച്ചിരുന്നത്.
ഇനി മായാവതി, ഫസ്റ്റ് ദളിത് വിമൻ CM ഇൻ ഇന്ത്യ. സോ ദളിത് ഗ്രൂപ്പിൽപ്പെടുന്ന ആദ്യത്തെ CM ആണ്, ചീഫ് മിനിസ്റ്ററാണ് മായാവതി. ഇനി രാജേന്ദർ കൗർ ഭട്ടാൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഓൺലി വിമൻ CM ഓഫ് പഞ്ചാബ്, പഞ്ചാബിലെയാണ്. ഇനി രാബ്രി ദേവി ഫസ്റ്റ് ആൻഡ് ഓൺലി CM ഓഫ് ബീഹാർ, ബീഹാറിലെ ആദ്യത്തെയും ആകെയുള്ള വിമൻ CM ആണ് റാബ്രി ദേവി. ഇനി അതുപോലെ സുഷമ സ്വരാജ് CM, ഡൽഹി CM ആണ്. ഉമാ ഭാരതി അതുപോലെ മധ്യപ്രദേശിലെയാണ്. വസുന്ധര രാജ് രാജസ്ഥാനിലെയാണ്. സോ ഈ സ്ഥലം ഓർത്ത് വെച്ചിരിക്കുക. സുഷമ സ്വരാജ് ഏത് സ്ഥലത്തെ ആദ്യത്തെ ചീഫ് മിനിസ്റ്ററാണ് എന്നൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഡൽഹി. ആനന്ദിബെൻ പട്ടേൽ ഫസ്റ്റ് വിമൻ CM ഓഫ് ഗുജറാത്ത്. ഇനി അടുത്ത നിർമ്മല സീതാരാമൻ ഇസ് ഇന്ത്യാസ് ഫസ്റ്റ് ഫുൾ ടൈം വിമൻ ഫിനാൻസ് മിനിസ്റ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ ടൈം സ്ത്രീ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഇറ്റ് വാസ് ജസ്റ്റ് ഇൻ സെപ്റ്റംബർ 2017, 2017 വന്നത്. ദാറ്റ് ഷീ വാസ് അപ്പോയിൻറ്റഡ് ദ ഡിഫൻസ് മിനിസ്റ്റർ, മാർക്കിംഗ് വൺ ഓഫ് ദ സ്വിഫ്റ്റസ്റ്റ് അസെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഷീ ഹാഡ് ജോയിൻഡ് ദ BJP only in 2006. After all, no women politicians in India except for former Prime Minister Indira Gandhi had helmed these two critical ministries situated on either side of the ceremonial boulevard of New Delhi's ultimate corridor of power of the rising hills. സോ നിർമ്മല സീതാരാമനാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്ന സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത്. BJP പാർട്ടിയിലാണ്. 2006 അവർ ജോയിൻ ചെയ്തത്. 2017 ഫിനാൻസ് മിനിസ്റ്ററായി ജോലി ചെയ്തിട്ടു. ഇനി അടുത്ത മമതാ ബാനർജിയാണ്. വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്ററാണ് മമതാ ബാനർജി. ഇസ് ദ ഫസ്റ്റ് വിമൻ CM ഓഫ് വെസ്റ്റ് ബംഗാൾ, popularly known as Didi. She single-handedly dethroned the 30-year-old left-front government in the state. Mamata was also the first women railway minister of the country. ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ, സ്ത്രീ ആയിട്ടുള്ള ആദ്യത്തെ റെയിൽവേ മിനിസ്റ്ററാണ് മമതാ ബാനർജി. Later in 1997, she launched her own party, Trinamool Congress. So, ഇന്ത്യൻ കോൺഗ്രസിൽ നിന്ന് വിരമിച്ച് പുതിയ പ്രത്യേകതരം ഒരു പാർട്ടി ഫോം ചെയ്ത വ്യക്തിയാണ് മമതാ ബാനർജി. അവരുടെ പാർട്ടിയുടെ പേരാണ് തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ അത് മമതാ ബാനർജിയാണ്. ഇനി ജയലളിത was the first Indian actress who served 6 times as the CM of Tamil Nadu for over 14 years between 1999 to 2016. സോ ആദ്യത്തെ സിനിമാ നടിയായിട്ടുള്ള തമിഴ് ചീഫ് മിനിസ്റ്ററാണ്. അതും എത്രയാണ് 14 വർഷം ഭരണത്തിലിരുന്നിട്ടുണ്ട്. 1991 തൊട്ട് 2016 വരെ. So in 1984, Jayalalitha became a Rajya Sabha MP. Not just that, she was also the General Secretary of AIADMK. ഈ ഒരു പാർട്ടിയുടെ MP ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ 1984 രാജ്യസഭ MPയുമായിരുന്നു. ഇനി ഇന്ത്യൻ വിമൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. മിസ്സസ് പ്രതിഭ പട്ടേൽ, ഫോമർ ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോണിയാഗാന്ധി, ചെയർപേഴ്സൺ ഓഫ് കോൺഗ്രസ് ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. ഷീല ദീക്ഷിത്, ഫോമർ CM ഓഫ് ന്യൂഡൽഹി. മമതാ ബാനർജി, CM ഓഫ് വെസ്റ്റ് ബംഗാൾ. ഇന്ദിരാഗാന്ധി, ഫസ്റ്റ് ഫോമർ പ്രൈം മിനിസ്റ്റർ. ഇനി ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഇൻ ദ വേൾഡ് 1960 ആണ്. സുരിമാവോ ബന്ദാര നായികായിരുന്നു. സോ പ്രീവിയസ് ചോദിച്ച് ഇവിടെ നിന്നായിരുന്നു. ഷീ വാസ് എലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് സിലോൺ ആൻഡ് ശ്രീലങ്ക 3 times. സോ ശ്രീലങ്കയിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 3 വട്ടം പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സോ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്ററാണ് സിരിമാവോ ബന്ദാര നായിക്. ഇനി നമുക്ക് മൊത്തത്തിൽ ലോകരാജ്യങ്ങളിൽ വേൾഡിൽ മൊത്തത്തിലുള്ള ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരുന്ന സ്ത്രീ സാന്നിധ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് പേരും അവർ ഏത് സ്ഥലത്തുണ്ടായിരുന്നതാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. വു സെറ്റിയാൻ എംബ്രസ്. ചൈനയിലുള്ളതാണ്. ഓൺലി ഫീമെയിൽ ഇൻ ചൈനീസ് ഹിസ്റ്ററി ടു റൂൾ ആസ് എംബറർ. സോ ചൈനീസ് ഹിസ്റ്ററിയിൽ ആകെ ഒരു ഫീമെയിൽ ചൈന ഭരിച്ച ആകെ ഒരു ഫീമെയിൽ എന്ന് പറയുന്നത് വു സെറ്റിയാനാണ്. ഇനി ഹാറ്റ്ഷെഫർഡ് ഫറാവോ ഓഫ് ഈജിപ്തിലെ രാജാവായിരുന്നു ഹാറ്റ്ഷെപ്സട്ട്. എൻകറേജ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് ന്യൂ സീ ട്രേഡ് റൂട്ട്സ്. അഗ്രികൾച്ചർ, അതുപോലെ വാണിജ്യ മേഖല അല്ലെങ്കിൽ വ്യാപാരം, അതുപോലെ പുതിയ കടൽ മാർഗ്ഗങ്ങളൊക്കെ കണ്ടുപിടിച്ച വ്യക്തിയാണ് ഈജിപ്തിലെ ഫറാവോ ആണ് ഹാറ്റ്ഷെപ്സട്ട്. എലിസബത്ത് ഫസ്റ്റ്
ഇംഗ്ലണ്ടിലെ ക്യൂനാണ് എലിസബത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത്. സ്ട്രെങ്തൻ കറൻസി, പ്രൊമോട്ടഡ് ഗവൺമെൻറ് റിഫോംസ് ആൻഡ് സപ്പോർട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ഇംഗ്ലണ്ട് ആസ് എ കൊമേഴ്ഷ്യൽ ഫോഴ്സ് ആൻഡ് യൂറോപ്യൻ പവർ. സോ ഇംഗ്ലണ്ടിലെ രാജ്ഞിയാണ് എലിസബത്ത് ഫസ്റ്റ്. കറൻസി സ്ട്രെങ്തൻ ചെയ്ത്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ റിഫോംസിനെ എല്ലാം പ്രൊമോട്ട് ചെയ്ത്, അതുപോലെ ഇംഗ്ലണ്ട് ഒരു കൊമേഴ്ഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ പവറായിട്ട് മാറാനുള്ള സപ്പോർട്ടുകളെല്ലാം കൊടുത്ത ഒരു വ്യക്തിയാണ് ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്നത്. ഇനി കാതറിൻ സെക്കൻഡ്, എംപ്രസ് ഓഫ് ഓൾ ദ റഷ്യൻസിൻ്റെ എംപ്രസ്സാണ്. ബോൺ എ ജർമ്മൻ പ്രിൻസസ്, ജർമ്മനിലെ രാജകുമാരിയായിട്ടാണ് ജനിച്ചത്. പക്ഷേ മാരി ചെയ്തത് റഷ്യൻ ഡ്യൂക്കിനെയാണ്. ബ്രോട്ട് എ വെറൈറ്റി ഓഫ് ആർട്ടിസ്റ്റ് ആൻഡ് സയൻറ്റിസ്റ്റ് ടു സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ഇനി വിക്ടോറിയ രാജ്ഞി, ദ ക്യൂൻ ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ്. സോ ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡിലെ രാജ്ഞിയായിരുന്നു വിക്ടോറിയ. ഇനി അതുപോലെ ഇന്ത്യയിലെ ക്രൗണ്ട് എംപ്രസ് ആയിരുന്നു 1876 വിക്ടോറിയ രാജ്ഞി എന്നാണ് ഇന്ത്യയിലെ രാജ്ഞിയായിട്ട് വന്നു. ഇനി ഗോൾഡ മേയർ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ്, സ്ത്രീയാണ് ഗോൾഡ മേയർ എന്ന് പറയുന്നത്. വാസ് ഫോറിൻ മിനിസ്റ്റർ ഇൻ 1956. സോ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുണ്ട് 1956-66 ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു. വാസ് കോൾഡ് ദ ഓൺലി മാൻ ഇൻ ദ ക്യാബിനറ്റ് ഫോർ ഹെർ ലാക്ക് ഓഫ് കൺവെൻഷണൽ ഫെമിനിറ്റി. സോ ഇവരെ ക്യാബിനറ്റിലെ ഓൺലി മാൻ എന്നാണ് പറഞ്ഞത്. അതായത് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഫെമിനിറ്റിയൊക്കെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ഇവർ അറിയപ്പെട്ടിരുന്നത് ഓൺലി മാൻ ഇൻ ദ ക്യാബിനറ്റ് എന്നാണ്. ഈ മാർഗരറ്റ് താച്ചർ, പ്രൈം മിനിസ്റ്റർ ഓഫ് ദ യുണൈറ്റഡ് കിങ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മാർഗരറ്റ് താച്ചർ. ഫസ്റ്റ് ഇലക്റ്റഡ് ടു പാർലമെൻറ്റ് ഇൻ 1959 പാർലമെൻറ്റ് ഇലക്ഷനിൽ വന്നു. ഡിസ്ട്രോയ്ഡ് ദ പവർ ഓഫ് ട്രേഡ് യൂണിയൻസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ക്രെഡിറ്റഡ് വിത്ത് ബ്രിങ്ങിങ് അബൌട്ട് ദ ഡിസൊല്യൂഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ഇനി ജാനറ്റ് ജഗൻ, പ്രസിഡന്റ് ഓഫ് ഗുയാന, co-founded the People Progressive Party with her husband, a leader in the struggle for workers' right, equal education, equal housing opportunity, equal pay for work ആൻഡ് ഫ്രീ മെറ്റേണിറ്റി ലീവ്. സോ ഇതുപോലുള്ള സ്ട്രഗിൾസിലെല്ലാം പങ്കെടുത്ത് അല്ലെങ്കിൽ സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് ജാനറ്റ് ജഗൻ എന്ന് പറയുന്നത്. ഇനി ബനാസിർ ഭൂട്ടോ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്ററാണ്. ഫാമിലി ഈസ് വൺ ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഫേമസ് ഡൈനാസ്റ്റീസ്. സോ ഒരു വലിയൊരു കുടുംബത്തിൽ വളർന്ന ഒരു സ്ത്രീയാണ് ബനാസിർ ഭൂട്ടോ. ഫസ്റ്റ് വിമൻ ടു ഹെഡ് ദ ഗവൺമെൻറ് ഓഫ് ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ്. സോ ഇസ്ലാമിക് സ്റ്റേറ്റുകളിൽ വിമൻ ഹെഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ബനാസിർ ഭൂട്ടോ എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാനിൽ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ് ബനാസിർ ഭൂട്ടോ. ഇനി അടുത്ത നമുക്ക് കേരള പൊളിറ്റിക്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വിമൻ നോമിനേറ്റഡ് മെമ്പർ ടു എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ ഇന്ത്യ. ആദ്യത്തെ സ്ത്രീ ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. അത് 1949 ഇനി ഫസ്റ്റ് ആക്ടിംഗ് സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇന്ത്യയിലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആദ്യത്തെ ആക്ടിംഗ് സ്പീക്കറാണ് നഫീസത്ത് ബീവി. ഇനി വിമൻ ചീഫ് മിനിസ്റ്റേഴ്സാണ് KR ഗൗരി അമ്മ. ഓൺലി വിമൻ മെമ്പർ ഓഫ് ഫസ്റ്റ് കേരള മിനിസ്ട്രിയിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള കേരളത്തിലുള്ള ആകെ ചീഫ് മിനിസ്റ്ററാണ് KR ഗൗരിയമ്മ എന്ന് പറയുന്നത്. റവന്യൂ ആൻഡ് എക്സൈസ് മിനിസ്റ്റർ ഓഫ് ഫസ്റ്റ് കേരള മിനിസ്ട്രി കൈകാര്യം ചെയ്ത വകുപ്പ് എന്ന് പറയുന്നത് റവന്യൂയും എക്സൈസ് മിനിസ്റ്ററായിട്ടാണ് നിന്നത്. ലോങ്ങസ്റ്റ് സെർവിങ് വിമൻ മെമ്പർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ കാലം സർവീസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് KR ഗൗരിയമ്മ. റവന്യൂ മിനിസ്റ്റർ ഹു പ്രസൻറ്റഡ് ലാൻഡ് റിഫോം ആക്ട് ഇൻ ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം. സോ റവന്യൂ മിനിസ്റ്ററായിട്ട് ആദ്യമായിട്ട് ലാൻഡ് റിഫോം ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ലാൻഡ് റിഫോം ആക്ട് ഒക്കെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് KR ഗൗരിയമ്മയാണ്. ഇനി കേരള പൊളിറ്റിക്സ് എ ഫാക്ട് ഫയൽ. മൊത്തത്തിൽ കേരള പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അതിൽ സ്ത്രീകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വിമൻ ടു ബി എ മെമ്പർ ഓഫ് എനി ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. അത് തോട്ടക്കാട്ട് മാധവി അമ്മയാണ്. ഫസ്റ്റ് വിമൻ ടു ബി എ മെമ്പർ ഓഫ് എനി ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. ഫസ്റ്റ് വിമൻ രാജ്യസഭാ മെമ്പർ ഓഫ് കേരള. രാജ്യസഭാ മെമ്പർ ആയിട്ടുള്ള ആദ്യ വനിത ഭാരതി ഉദയഭാനുവാണ്. ഫസ്റ്റ് വിമൻ പാർലമെൻറ്റ് മെമ്പർ ഫ്രം കേരള. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിമൻ പാർലമെൻറ്റ് മെമ്പറാണ് ആനി മസ്കറിൻ. ഫസ്റ്റ് വിമൻ ഗവർണർ ഓഫ് കേരള എന്ന് പറയുന്നത് ജോയ്
ജ്യോതി വെങ്കടാചലമാണ് ഫസ്റ്റ് വിമൻ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ വിമൻ ഗവർണർ ജ്യോതി വെങ്കടാചലം. സെക്കൻഡ് വൺ ഈസ് റാം ദുലരി സിൻഹ. തേർഡ് വൺ ഈസ് ഷീല ദീക്ഷിത്. ഫസ്റ്റ് മലയാളി വിമൻ ടു ബിക്കം ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. പക്ഷേ മലയാളിയായിട്ടുള്ള ഗവർണർ, ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറായിട്ടുള്ളത് ഫാത്തിമ ബീവിയാണ്. സോ അത് തമിഴ്നാടുവിലായിരുന്നു ഗവർണറായിട്ടിരുന്നത്. സോ ഇത്രയേ ഉള്ളൂ. സോ നമുക്കിതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് വിമൻ രാജ്യസഭ മെമ്പർ ഓഫ് കേരള. സോ ഭാരതി ഉദയഭാനു ആണ്. സോ ഓപ്ഷൻ എ. സെക്കൻഡ് വൺ ഫസ്റ്റ് വിമൻ പാർലമെൻറ്റ് മെമ്പർ ഫ്രം കേരള. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാർലമെൻറ്റ് മെമ്പറാണ് ആനി മസ്കറിൻ. സോ ഓപ്ഷൻ എ. ഫസ്റ്റ് മലയാളി വിമൻ ടു ബിക്കം ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഗവർണറാകുന്ന ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ ബീവിയാണ്. ഇനി ഓൺലി വിമൻ മെമ്പർ ഓഫ് കേരള മിനിസ്ട്രി. ഫസ്റ്റ് കേരള മിനിസ്ട്രി. സോ അത് KR ഗൗരി അമ്മയാണ്. ആദ്യത്തെ കേരള മിനിസ്ട്രിയിലുണ്ടായിരുന്ന ആകെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് KR ഗൗരി അമ്മയാണ്. ഇനി ഫസ്റ്റ് വിമൻ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ പ്രതിഭ പട്ടീലാണ്. ദ ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അരുണ ആസിഫ് അലിയാണ് ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ദ വിമൻ ലീഡർ ഹു വാസ് ഇംപ്രിസൺഡ് ഇൻ ആഗഖാൻ പാലസ് അറ്റ് ദ ടൈം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സമയത്ത് ആഗഖാൻ കൊട്ടാരത്തിൽ തടവിലാക്കപ്പെട്ട വനിതാ നേതാവാണ് സുശീല നയ്യാർ. ഫസ്റ്റ് വിമൻ ടു ബിക്കം ദ മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫസ്റ്റ് വിമൻ മെമ്പറാണ് ദുർഗാബായ് ദേശ്മുഖ്. ദ ന്യൂ ഇന്ത്യ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ ന്യൂ ഇന്ത്യ കോമൺവീലൊക്കെ ആനി ബസന്റിൻ്റെ ന്യൂസ് പേപ്പറാണ്. ബർത്ത്ഡേ ഓഫ് ഇന്ദിരാഗാന്ധി വാസ് ഒബ്സർവ്ഡ് അസ്. ബർത്ത്ഡേ ഒബ്സർവ് ചെയ്യുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേ ആയിട്ടാണ്. Indian military operation named Operation Blue Star 1984 to remove the Sikh militant from the Golden Temple of Amritsar was ordered by Indira Gandhi ആണ്. സോ നാഷണൽ വിമൻസ് ഡേ എന്ന് പറയുന്നത് February 13 ആണ്. സോ അത് ഇന്ദിരാഗാന്ധി സരോജിനി നായിഡുവിൻ്റെ ബർത്ത്ഡേ റിലേറ്റ് ചെയ്തിട്ടാണ് നാഷണൽ വിമൻസ് ഡേ ആവുന്നത്. മാർച്ച് 8 ഇൻ്റർനാഷണൽ ആണ്. ഈ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഇന്ദിരാഗാന്ധി അത് ഛത്തീസ്ഗഡിലാണ്. ഈ പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ഇൻഡോ പാക് വാർ നടന്നത് 1971. സോ അതിലെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. ഈ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. ദ പ്രസിഡൻറ്റ് ഹൂ ഗേവ് മോസ്റ്റ് നമ്പർ ഓഫ് ജനറൽ പാഡൻ. സോ ഏറ്റവും കൂടുതൽ പൊതുമാപ്പ് കൊടുത്ത പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രതിഭ പട്ടീലാണ്. ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. സോ അത് ഇന്ദിരാഗാന്ധിയാണ്. ദ പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദ ടൈം ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ. സോ അതും ഇന്ദിരാഗാന്ധിയാണ്. മൈ ട്രൂത്ത് ഈസ് ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് ഇന്ദിരാഗാന്ധി. ഹു വാസ് ദ 15th പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. സോ ദ്രൗപദി മുർമു ആണ് 15ാമത് ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡൻറ്റ്.